ഇന്ന് മിക്ക ആളുകളും കറണ്ട് പോകുമ്പോൾ ബദൽ സംവിധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻവെർട്ടറുകൾ. കറണ്ടുള്ളപ്പോൾ ഇൻവെർട്ടറിൽ ഫിറ്റ് ചെയ്യുന്ന ബാറ്ററിയിലേക്ക് വൈദ്യുതി ഡിസി രൂപത്തിൽ സ്റ്റോർ ചെയ്യുകയും കറണ്ട് ഇല്ലാതാകുമ്പോൾ ബാറ്ററിയിലെ ഡിസി കറണ്ടിനെ എസി ആക്കി കൺവെർട്ട് ചെയ്ത് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ. സാധാരണയായി ബാറ്ററിയിൽ അതിന്റെ കപ്പാസിറ്റി 100 AH അല്ലെങ്കിൽ 120 AH, 150 AH, 200 AH എന്നീ രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. 100 AH ബാറ്ററിയിൽ 0.8 യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഡിസി ചാർജാണ് സ്റ്റോറേജ് ആയിട്ടുണ്ടാവുക. അതും നല്ല കണ്ടീഷനുള്ള ബാറ്ററി ആണെങ്കിൽ മാത്രം. എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലും അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതിയുടെ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. 100 W എന്നോ 100 വാട്ട്സ് എന്നോ രേഖപ്പെടുത്തിയ ഒരു ഉപകരണം 10 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 1 യൂണിറ്റ് കറണ്ട് ചെലവാകും. 1 ആംപിയർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ആ ഉപകരണം 200 വാട്ട്സിന്റെയും 230 വാട്ട്സിന്റെയും ഇടയിൽ കറണ്ട് എടുക്കുന്നതാണ്. ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയ അളവുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ഉപകരണങ്ങൾ കമ്പനി എഴുതി വെച്ചതിൽ കൂടുതൽ കറണ്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ചില ഫാനുകൾക്ക് 60 വാട്ട്സ് ആയിരിക്കും കമ്പനി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷേ 200 വാട്ട്സ് വരെ ചില ഫാനുകൾ വൈദ്യുതി ചെലവാക്കാറുണ്ട്. ചില ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അതിന്റെ വൈദ്യുതി ഉപയോഗം കൂടാൻ സാധ്യതയുണ്ട്. 100 AH ബാറ്ററിയിൽ 0.8 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചാർജാണ് സ്റ്റോറേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 100 വാട്ട്സ് കറണ്ട് എടുക്കുന്ന ഒരു ഉപകരണം 8 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള ചാർജ് അതിലുണ്ടായിരിക്കുകയുള്ളൂ. കാലിയായ 100 AHന്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ 1 യൂണിറ്റിലധികം കറണ്ട് ചെലവാകുന്നതാണ്. കറണ്ട് ഇല്ലാതാകുമ്പോൾ കൂടുതൽ ലൈറ്റുകൾ ഉപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം ലൈറ്റും ഫാനും ഉപയോഗിച്ച് ബാറ്ററിയിലുള്ള സ്റ്റോറേജിനെ കുറക്കാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് വരുന്നില്ലെങ്കിൽ ബാറ്ററി കാലിയാവുകയും ഉപയോഗിച്ചതിൽ കൂടുതൽ കറണ്ട് ബാറ്ററി ചാർജ് ആകാൻ എടുക്കുകയും ചെയ്യും. ഇത് കറണ്ട് ബില്ല് കൂട്ടാൻ സാധ്യതയുണ്ട്. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. ജയ്ക്കോ, സേവനം തലമുറകളിലേക്ക്.